ആര് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാമായി നമസ്കരിക്കാൻ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചത്. ഇതുപോലെ സഹോദരങ്ങളെ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് റസൂലുള്ള മരണപ്പെട്ട ശേഷം ഉമർ ബിൻ ഖത്താബ് അബ്ബാസിനെ ഇമാമാക്കി നിർത്തിക്കൊണ്ട് നമസ്കാരത്തിന് ഇടതേടിയപ്പോൾ, അഥവാ നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വഹാബത്ത് ആരും പ്രതിഷേധിച്ചില്ല, ഒരാളും എതിര് പറഞ്ഞില്ല. നബിയില്ലേ, നബി മരിച്ചാലും നബിയെ കൊണ്ട് ഇടതേടാം, മരണപ്പെട്ടാലും നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി ചോദിക്കാം. ആ നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി നമുക്ക് ഈ ക്ഷാമത്തെ പറ്റി, വരൾച്ചയെ പറ്റി പറഞ്ഞുകൂടെ? അഫ്ളലായ റസൂൽ ഉണ്ടായിരിക്കെ അഫ്ളലല്ലാത്ത അബ്ബാസിനെ എന്തിന് ഇമാമാക്കണമെന്ന് ചോദിക്കില്ലേ? അബൂബക്കർ സിദ്ദീഖ് പോലും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇമാമായി നിന്നപ്പോ ഇഷ്ടപ്പെടാത്ത സ്വഹാബത്തിൽ ആരെങ്കിലും എതിർത്തില്ല. കാരണം എന്താ? മരണപ്പെട്ട ശേഷം മരണപ്പെട്ട ആളോട് വിളിച്ചു തേടി ആ വിളിച്ചു തേട്ടം സ്വീകരിച്ച് അതിനുത്തരം കിട്ടുമെന്ന് ഒരൊറ്റ സ്വഹാബിയും വിശ്വസിച്ചിട്ടില്ല, അവർ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഏതോ ഒരാൾ എന്നാ പറഞ്ഞ, ആരാണ് ഈ ആള്? ഏതെങ്കിലും ഒരാള് ഖബറിന്റെ അടുക്ക പോയി ചെയ്തതൊക്കെ ഇസ്ലാം മതത്തിൽ തെളിവാകുമോ? ആരാണ് ആ വന്ന ആള്? അയാൾ ആരായിരുന്നു എന്നൊന്ന് പറയുന്നത് നല്ലതല്ലേ? അപ്പൊ അതുകൂടിയൊക്കെ പറയുന്നത് തെറ്റാണെന്ന് കൂടി തെളിയിക്കാൻ ചോദ്യകർത്താവ് ഒരുങ്ങി വന്ന സ്ഥിതിക്ക് ഇനി അത് ഞാൻ പറയണ്ടല്ലോ. ആരാണ് ഖബറിന്റെ അടുക്കൽ വന്നത്? അത് പറയുമ്പോൾ ബാക്കി കാര്യം വ്യക്തമാവുകയും ചെയ്യും. അപ്പൊ ഞാൻ 3 രൂപത്തിലാണ് മറുപടി പറഞ്ഞത്. 1, നിങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ട് സഹീഹ് അല്ല. 2, നിങ്ങൾ ഉദ്ധരിച്ചത് റസൂലുള്ള ക്ഷാമം ബാധിക്കുമ്പോ, വരൾച്ച ബാധിക്കുമ്പോ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചു തന്നതിന് എതിരാണ്. 3, നിങ്ങൾ പറഞ്ഞത് ഉമറിന്റെ ഭരണകാലത്ത് വരൾച്ച ബാധിച്ചപ്പോ ഉമറിന്റെ നേതൃത്വത്തിൽ അബ്ബാസിനെ ഇമാമാക്കിക്കൊണ്ട് ചെയ്തു എന്ന് ബുഖാരിയിൽ വന്ന സഹീഹായ സനദിലൂടെ തർക്കമില്ലാതെ അംഗീകരിക്കുന്ന റിപ്പോർട്ടിനും എതിരാണ്. 4, ഏതോ ഒരാൾ വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഈ ഏതോ ഒരാൾ എന്ന് വ്യക്തമാക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് പറഞ്ഞ ഉപചോദ്യമാവത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ അത് ഉപചോദ്യമായിട്ട് മാറുമോ എന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു വാക്ക് പിടിക്കുകയാണെങ്കിൽ ഉപചോദ്യം ഇപ്പൊ കഴിഞ്ഞു. നിങ്ങൾ നേരത്തെ സ്വീകരിച്ച അനുസരിച്ച് ഇത് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ചോദിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച എനിക്ക് മറുപടി പറയാലോ. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഉപചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ശരി. ഈ മനുഷ്യൻ ഏതോ ഒരാള് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ട വ്യക്തിയല്ല എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഫതുഹുൽ ബാരി 2495 ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആണെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ സംഭവം ലഈഫാണ്, ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളുന്നത്, അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കളെ തന്നെയാണ് തള്ളുന്നതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ ഹദീസിന്റെ പരമ്പര സഹീഹാണെന്ന് ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയുടെ 111 പേജില് 111 പേജിലും ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഫതുഹുൽ ബാരി 3582 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. മാത്രവുമല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന നേതാവ് ചെയ്തത് ശിർക്കാണ്, ഇസ്ലാമിന് നിരക്കാത്തതാണ് എങ്കിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതെന്താണ്, ഈ കലിമാത്തു താമ്മാത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാവുന്നതാണ്. മാത്രവുമല്ല, സൂറത്തുൽ മാഇദയുടെ 55, 56 വാക്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു ഉപചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 ചോദ്യങ്ങളായി. അപ്പൊ ഈ 2 ഞാൻ മറുപടി പറയാം. ഒരു ഉപചോദ്യമാണല്ലോ. അപ്പൊ ആ ഉപചോദ്യം എന്ന് പറയുമ്പോ ഒരു ഉപചോദ്യമാണ് ചോദിക്കേണ്ടത്. പക്ഷെ 2 കാര്യങ്ങളായി. ശരി, ആ 2 കൂടി പറയാം. ഇനി അടുത്ത ആൾക്കുള്ള ചാൻസ് ആണല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്.
അത് തന്നെയാണ് ആ വിഷയം തെളിവിന് കൊള്ളാത്തതാണ് എന്നത് ഞാൻ വിശദീകരിക്കാം, വ്യക്തമാക്കാം എന്ന് പറഞ്ഞ്. ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബിയാണ് ഖബറിന്റെ അടുക്കലേക്ക് വന്നത് എന്ന റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത് റവാ സൈഫും ഫിൽ ഫുതൂഹി, അൽ ഫുതൂഹി എന്ന ഗ്രന്ഥത്തിൽ സൈഫ് എന്ന് പറയുന്ന സൈഫ് ഇബ്നു ഉമറുൽ വബ്ബി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സ്വഹാബിയാണ് ഖബറിന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ടാണ് ഇബ്നു കസീർ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടാണ് ഇത് എടുത്തു കൊടുത്തവർക്കൊക്കെ അവലംബിക്കാനുള്ളത്. എന്നാൽ ഈ സൈഫിനെ സംബന്ധിച്ച് ഉത്തുഹിമ ബിസ്സന്തഖ, അദ്ദേഹം നിരീശ്വരവാദിയാണ്, അദ്ദേഹം നിർമ്മതവാദിയാണ്, അദ്ദേഹം മതനിഷേധിയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബത്ത് ചെയ്തതിന് വിരുദ്ധമായ ഖബറിന്റെ അടുക്കൽ പോയി ഒരാൾ ചെയ്തു എന്ന് പറയുന്നത് ഒരു ണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം നബിയുടെ പേരിൽ ഹദീസ് ഇല്ലാത്ത കള്ളക്കഥകൾ നിർമ്മിച്ചു, അതല്ലാത്ത ഒരു സ്വഹീഹായ ഒരു സനദിലൂടെ വന്നിട്ടുള്ളതല്ല. പിന്നെ ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാരെ തന്നെ തള്ളേണ്ടി വരും എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ നേതാക്കന്മാര് തന്നെ നമ്മെ പഠിപ്പിച്ചതെന്താ? ഖുർആനിലും സുന്നത്തിലും ഉള്ളത് സ്വീകരിക്കണം, അതിന് എതിരായി ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ തള്ളണം. ഇതല്ലേ ഇമാം ഷാഫി പറഞ്ഞത്, അതല്ലേ ഇമാം മാലിക് പറഞ്ഞത്, അതല്ലേ ഇമാം അബൂ ഹനീഫ പറഞ്ഞത്, അതല്ലേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, അതല്ലേ ഇബ്നു തൈമിയ പറഞ്ഞത്, അതല്ലേ ഇബ്നു ഖയ്യിം പറഞ്ഞത്, അതല്ലേ ഇബ്നു കസീർ പറഞ്ഞത്, അതല്ലേ കെ എം മൗലവിയും വക്കം മൗലവിയും മാഹിൻ ഹമദാനി തങ്ങളും അതേപോലെ തന്നെ ഈ കേരളക്കരയിലുള്ള എല്ലാ മുജാഹിദ് പണ്ഡിതന്മാരും പറയാറുള്ളത് അതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയതിൽ ഖുർആനിനോടോ ഹദീസിനോടോ യോജിക്കാത്തത് കണ്ടാൽ അത് ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. അത് തെറ്റാണ്, അത് സ്വീകാര്യമല്ല എന്നേ ഞങ്ങൾ പറയാറുള്ളൂ. അത് സുവ്യക്തമായ സുതാര്യമായ കണിശമായ ആദർശത്തിനോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. എന്നാൽ ഇവിടെ ഇബ്നു കസീറിനെ തള്ളേണ്ടി വരും എന്നായിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ ശാഫിഈയാണ് എന്നാണല്ലോ. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ ത്വബഖകളായി വേർതിരിച്ച കൂട്ടത്തിൽ എത്രാമത്തെ ത്വബഖയിൽപ്പെട്ട ആളാണ് എന്ന് ഉസ്താദുമാരോട് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഒരു വെറും മുജാഹിദ് മൗലവിയാക്കി ഇബ്നു കസീറിനെ തള്ളിക്കളയാവുന്ന നിലക്കുള്ള ആളല്ല. നേരെ മറിച്ച് അദ്ദേഹം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉയർന്ന ത്വബഖയിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പണ്ഡിതനാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നത് നന്ന്. ഇത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞ ഈ കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നതാത്മാക്കൾ, മരിച്ചുപോയ അംബിയ ഔലിയാക്കളുടെ ആത്മാക്കളെ സംബന്ധിച്ച് ആണ് എന്ന് വരുത്തി തീർക്കുന്ന നിലക്കാണല്ലോ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ചോദ്യം. എന്നാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ആ കലിമാത്തു കൊണ്ടുള്ള വിവക്ഷ മരിച്ചുപോയ മഹാത്മാക്കളല്ല, നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ കലിമാത്ത് എന്താണെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാള്യത്തില് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിആദത്ത് വിശദീകരിച്ചു പറയുന്നിടത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. അമ്മാ ഖൗലുഹു അഊദു ബില്ലാഹി ഫബയാനുഹു എന്ന് പറഞ്ഞ് വിശദീകരിച്ച ശേഷം വഅമ്മാ ഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് ഫഅലം അന്നൽ മുറാദ ബികലിമാത്തില്ലാഹി ഹുവ ഖൗലുഹു തആല ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ എന്നതാണ് ഈ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ കലിമാത്ത് കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ് ആ കലിമത്ത്? മരിച്ചുപോയ അംബിയ ഔലിയാക്കളെ സംബന്ധിച്ചല്ല, അവരുടെ ആത്മാക്കളെ സംബന്ധിച്ചല്ല, മറിച്ച് അള്ളാഹുവിന്റെ വചനമാണത്. ഏത് വചനം? അള്ളാഹു വല്ല കാര്യവും സംഭവിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ
കുൻ എന്ന് പറയും, അത് ഉണ്ടാവട്ടെ, അത് സംഭവിക്കട്ടെ എന്ന്. അങ്ങനെ പറയുമ്പോൾ അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. അപ്പൊ സംഭവിക്കട്ടെ, ഉണ്ടാകട്ടെ എന്ന പടച്ചവന്റെ കൽപ്പനയാകുന്ന ആ കലിമത്താണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്നതിലെ കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ശാഫിഈ പണ്ഡിതനായ ഒരു ഖുർആൻ മുഫസ്സിർ കൂടിയായ ഫഖ്റുദ്ദീനുർ റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാള്യം 79-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ